സോ ഞാനൊരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഞാൻ 2021 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. സോ 2021 അല്ല, 2020 പ്രിപ്പറേഷൻ 2020 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിലെ അനലൈസിസ്. സോ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കേരള PSC അസിസ്റ്റൻറ്റ് ഡെൻ്റൽ സർജൻ പോസ്റ്റിലേക്ക് വിളി വന്നിട്ടുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. സോ ഞാൻ കമ്പ്യൂട്ടർ സൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. സോ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ രണ്ട് തരത്തിലാണ്. ഒരാൾക്കാർ നേരത്തെ PSC എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ജസ്റ്റ് കുറച്ച് മോഡിഫിക്കേഷൻസ് മാത്രം ചെയ്താൽ മതി. അതില്ലാത്തവർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ വർഷം ഹൗസ് ഏജൻസി കഴിഞ്ഞവർ, അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം എഴുതാതെ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്ന ആൾക്കാർ, അവരെങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേരള PSC, അതായത് tulasi.psc.kerala.gov.in കയറണം. അതിൽ 1 ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ, അതിലാദ്യം ക്ലിക്ക് ചെയ്യണം. വൺസ് രജിസ്ട്രേഷൻ ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂസർ ID ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. പിന്നെ അപ്പോൾ അത് ഫസ്റ്റ് ടൈമേഴ്സിന് അത് ഉണ്ടാവില്ല. സോ അവർക്ക് സ്വയം തന്നെ സൈൻ അപ്പ് ചെയ്യണം. സോ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യണം. വൺസ് സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, റിലീജിയൻ, കാസ്റ്റ്, സബ് കാസ്റ്റ്, റിസർവേഷൻ ഗ്രൂപ്പ് ഇഫ് എനി, ID പ്രൂഫ് ഡീറ്റെയിൽസ്, ആധാർ നമ്പർ ഇഫ് അവൈലബിൾ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ആ പേജിൽ നമ്മുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് കയറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് കയറ്റണം. ഈ ഫോട്ടോ കയറ്റുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് എടുത്ത ഡേറ്റ്, നമ്മളുടെ പേര്, ഇത് രണ്ടും അതിലുണ്ടാവണം. ഈ എടുത്ത ഫോട്ടോ 10 വർഷത്തേക്ക് വാലിഡാണ്. സോ അത്രയും ചെയ്ത് ഇതിന് വേറെ പേയ്മെൻറ്റോ ഒന്നുമില്ല. ഇത് ചെയ്യുമ്പോൾ വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 375/2024, അതാണ് അസിസ്റ്റൻറ്റ് എൽഡർ സർജൻസിൻ്റെ പോസ്റ്റിനുള്ളത്. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അപ്ലൈ നൗവിൽ കൊടുത്താൽ മതി. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണിക്കും. സോ വൺസ് നമ്മളൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വീണ്ടും ഒന്ന് അപ്ലൈ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ആവും. ഇതിന് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാർ, അതായത് ഇതിന് മുന്നേ PSC എഴുതിയിട്ടുണ്ടെങ്കിൽ, കാരണം ഇതിന് മുന്നേ 2020 ഒരു തവണ PSC വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേയും PSC വിളിച്ചിട്ടുണ്ട് 2016 15 സോ അങ്ങനെയുള്ളവർക്ക് 2-3 ഡീറ്റെയിൽസ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അതായത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചോദിക്കും. അതായത് ഇഫ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചിലവർ മാരൈറ്റൽ സ്റ്റാറ്റസ് ആണ്, അൺമാരീഡ് ആയിരിക്കും. അപ്പോൾ മാരീഡ് ആയെങ്കിൽ അത് സ്പൗസിൻ്റെ പേരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, ഹൈറ്റ് എത്രയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വേറെ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ നമ്മുടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ആ കാറ്റഗറി നമ്പറിൽ 375/2024 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റോ ഒന്നും തന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. 5 മിനിറ്റ്സ് മതി ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം കേരള PSC നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾക്ക് ഇത് എല്ലാ വർഷമൊന്നുമില്ല, വൺസ് ഇൻ 4 or 5 years നമുക്കിത് ചാൻസ് കിട്ടുള്ളൂ. സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി ഇപ്പോൾ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, MOHനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർക്ക് ഈസി ആയിട്ട് ഇത് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമും അല്ല. ഓക്കെ, സോ ഓക്കെ,
സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ഇട്ടാൽ മതി. ഓക്കെ, സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. സോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് പുതിയതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും മാത്രമായിരിക്കില്ല. കാരണം എനിക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും വേറെ സ്കാൻ, അതായത് ഫോട്ടോയും അതിനുശേഷം സിഗ്നേച്ചറും കഴിച്ച് ബാക്കി ഉള്ള അതൊന്ന് ഏതെങ്കിലും സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഞാൻ